കുഴപ്പമില്ലായിരുന്നു സാർ എക്സാം. ഇപ്പം ജനറൽ പേപ്പറും മെയിൻ പേപ്പറും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയത് കൊമേഴ്സ് ആയിരുന്നു. മെയിൻ പേപ്പർ തന്നെയായിരുന്നു ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. മെയിൻ പേപ്പറിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ സമയത്ത് ഡിസ്കസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം പല ക്വസ്റ്റ്യൻസും നമ്മൾ PYQ ഡിസ്കഷൻ സമയത്ത് ചെയ്ത പല ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ സെയിം ആയിട്ടും പിന്നെ അതേപോലെ തന്നെ പല രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ റീഡിങ് കോംപ്രഹെൻഷൻ, കൊമേഴ്സിന്റെ റീഡിങ് കോംപ്രഹെൻഷൻ രണ്ടും നല്ലതായിരുന്നു. നല്ല പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ജനറൽ പേപ്പറിനെ പറയുകയാണെങ്കിൽ ജനറൽ പേപ്പർ എനിക്ക് പൊതുവെ മാത്സ് ഇച്ചിരി ടഫുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ മാത്സ് ഇച്ചിരി പുറകിലോട്ടായ ഒരു വ്യക്തി. അതുകൊണ്ട് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എനിക്ക് ഇച്ചിരി ടഫായിട്ടാണ് തോന്നിയത്. പിന്നെ റീഡിങ് കോംപ്രഹെൻഷനൊക്കെ നല്ലതായിരുന്നു. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതൊക്കെ കുഴപ്പമില്ലായിരുന്നു. അതിൽ ജനറൽ പേപ്പറിൽ മാത്സ് ആണ് ഇച്ചിരി ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. കമ്പാരിറ്റീവ്ലി നല്ലൊരു എക്സാം ആയിരുന്നു സാർ. പിന്നെ സാറ് നല്ല ടൈം മാനേജ്മെന്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ടൈം അത്യാവശ്യം ഓക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഈ കൊമേഴ്സ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നോണ്ടാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം നമുക്ക് സമയം കൂടുതൽ ആവണതാണല്ലോ മറ്റേ റീഡിങ് കോംപ്രഹെൻഷനൊക്കെ. അതൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ടൈം വലിയ കുഴപ്പമില്ലാതെ അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.